ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാതിരിക്കുന്നത് തലവൻ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മുടെ ആസിഫ് അലിയും അതുപോലെ തന്നെ ബിജു മേനോനും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്നലെയാണ് സിനിമ കണ്ടത് കേട്ടോ. അപ്പോൾ മന്ദാകിനിയും കണ്ടു, അതുപോലെ തന്നെ തലവനും കണ്ടു. അപ്പോൾ രണ്ട് സിനിമകളുടെ റിവ്യൂ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സിനിമകളുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്താൻ ശ്രമിച്ചത്. അപ്പോൾ പിന്നെ തലവനും ഉണ്ട്, അതുപോലെ തന്നെ മന്ദാകിനി. തലവനാണ് ഫസ്റ്റ് റിവ്യൂ ചെയ്തത്, മന്ദാകിനി അടുത്തൊരു വീഡിയോയിൽ മന്ദാകിനിയുടെ റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജിസ്ജോയ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് സംവിധായകനാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജിസ്ജോയ്. കഴിഞ്ഞത് പിന്നെ ആസിഫ് അലിയും പിന്നെ അതുപോലെ തന്നെ പെപ്പയൊക്കെ ആസിഫ് അലിൻ്റെ ആയിരുന്നു ഓർമ്മയില്ല, പെപ്പയൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇന്നലെ വരെ നല്ലൊരു സിനിമയായിരുന്നു, OTT റിലീസ് ചെയ്തത്. വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. പിന്നെ അതൊരു ത്രില്ലർ ജേണലിൽ പെടുത്താവുന്നൊരു സിനിമയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ജിസ്ജോയുടെ സൺഡേ ഹോളിഡേ എന്ന സിനിമയാണ്. ഫീൽ ഗുഡ് സ്റ്റാർ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആസിഫ് അലിയെ ഒരു ഫീൽ ഗുഡ് സ്റ്റാർ ആക്കി മാറ്റിയത് പിന്നെ ജിസ്ജോയ് ആണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ത്രില്ലർ മൂവി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണൽ പെടുത്താവുന്ന ഒരു സിനിമ തലവൻ. ഈ തലവൻ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഒരു സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, രണ്ട് പോലീസുകാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളും, ഒരേ സ്വഭാവക്കാരായിട്ടുള്ള രണ്ട് പോലീസുകാർ ഒരേ സ്റ്റേഷനിൽ CI SI ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ചെറിയ കുറച്ച് പ്രശ്നങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ക്രൈം, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ, അതൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പം പിന്നെ ഇതിൽ മറ്റ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള അനുശ്രീ ഉണ്ട്, മിയ ജോർജ് ഉണ്ട്, ദിലീഷ് പോത്ത ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്. ഇവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് നല്ലപോലെ വർക്കായിട്ടുണ്ട് ഈ ഒരു സിനിമ. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണൽ പിന്നെ ഇവിടുന്ന സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു സിനിമയാണ്. എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ മ്യൂസിക് വർക്കുകളായിരുന്നു. ദീപക് ദേവിൻ്റെ മ്യൂസിക് വർക്കുകൾ സൂപ്പറായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസുകൾ, ആസിഫ് അലി പൊളിച്ചടിക്കുക തന്നെ പറയാം. അദ്ദേഹത്തിന് പോലീസ് കഥാപാത്രം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തെ കഴിച്ച വേറെ ആളുള്ളൂ തന്നെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ബിജു മേനോനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫ് അലിയുടെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ബിജു മേനോൻ മോശമാക്കി എന്നല്ല പറയുന്നത്, ബിജു മേനോൻ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളൊക്കെ എല്ലാവരും കിട്ടിയ റോളുകൾ എല്ലാവരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കോട്ടയം നസീറായിരുന്നു. പൊളിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടുപോകുക, തിയേറ്ററിൽ കണ്ടുപോകുക, അടിപൊളിയാകും. പിന്നെ എല്ലാ ടെക്നിക്കൽ സൈഡുകളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എഡിറ്റിംഗ് വർക്കുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ആ ഒരു സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു അരമണിക്കൂർ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് എന്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. ആ അരമണിക്കൂറിന് ശേഷം ഒരു ക്രൈം നടക്കുന്നത്, അതിന് ശേഷം അങ്ങോട്ട് പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നല്ല എൻഗേജിങ് ആയിട്ട് നമ്മളെ സസ്പെൻസ് ആയിട്ട്, അതായത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അടുത്ത് ആരാണിത് ചെയ്തിട്ടുണ്ടാകുക, ആ ഒരു ഇതുണ്ടല്ലോ, ആ ട്വിസ്റ്റ് ആൻഡ് ടേൺ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. മേക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടേഴ്സ് പിന്നെ ഇൻട്രൊഡ്യൂസിങ്, പിന്നെ ഈ ക്രൈം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ ക്ലൈമാക്സ് കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. പിന്നെ ഒരു അന്യായ പടമൊന്നുമല്ല, ഒരു എന്താ പറയുക വലിയ സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ, ആ ഒരു ജാനർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. വളരെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായി ചെയ്തിട്ടുണ്ട്. കൈയടക്കത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. വളരെ നീറ്റായി ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഈ ഒരു ജേണലിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന നല്ലൊരു സിനിമയാണ് തലവൻ എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു മന്ദാകിനി എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.